സ്റ്റുഡൻസ്, എം സിഗ്മ ഗോകുലം പ്രസന്റ് ചെയ്യുന്ന ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിന്റെ ക്രക്സ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം വിഷ്ണുമായ. ഐ വിൽ ബി ഹാൻഡ്ലിംഗ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഫോർ യു ഗൈസ്. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ HMTയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റായ ഒരു സിലബസാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചു തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഇത്ര വലിയൊരു സബ്ജക്റ്റ് എങ്ങനെ വളരെ ഈസിയായി ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച് പാസ്സാവാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നേറിയാൽ യു വിൽ ഡെഫിനറ്റ്ലി സ്കോർ ഗുഡ് മാർക്സ് ആൻഡ് പാസ് ദ എക്സാം. അപ്പോൾ HMTയുടെ സിലബസ് നോക്കിയാൽ 5 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ 6 മൊഡ്യൂൾസ് പഠിക്കും. ഓൾറെഡി 5 മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. ഇനിയൊരു 6th മൊഡ്യൂളും കൂടി പഠിക്കണോ എന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട. 6th മൊഡ്യൂൾ ഡെറിവേഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾസൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലെ കോൺസെപ്റ്റ്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതൽ അതിലിടയിൽ വരുന്ന ചെറിയ ചെറിയ ഡെറിവേഷൻസും ഒപ്പം പഠിക്കും. എന്നാലും ലെങ്തി ഡെറിവേഷൻസൊക്കെ മൊഡ്യൂൾ 6-ലായിരിക്കും പഠിക്കുക. പിന്നെ ഈ 5 മൊഡ്യൂൾസ് ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ HMT എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ശരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സാവാൻ പറ്റും. ഓരോ പ്രോബ്ലംസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതി, അതിൽ യൂസ് ചെയ്യുന്ന ഫോർമുല, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഓർമ്മ വരും. പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞെന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നല്ല മാർക്ക് വാങ്ങാനും ഇത് പാസ്സാവാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഴ്സ് പ്ലാൻ ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പഠിക്കും. പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് തെർമോഡൈനാമിക്സ് ആയിരിക്കും നിങ്ങൾ ആദ്യം പഠിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച സബ്ജക്റ്റാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിന് ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് ഡിഫറെൻറ്റ്, അതായത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് അറിഞ്ഞാലല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് പഠിക്കണു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഡിഫറൻസസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതിൻ്റെ ഒരു ഇൻട്രോ ഉണ്ടാവും. അതായത് 3 മോഡ്സ് ഉണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പോൾ ഈ മോഡ്സ് നിങ്ങൾ ആദ്യം പഠിക്കും, എന്താണെന്നുള്ളതൊന്ന് പഠിക്കും, അതിൻ്റെ ഒരു മെക്കാനിസം. പിന്നെ ഓരോ മോഡിനും ഓരോ ഗവേണിംഗ് ലോ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അത് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അതിൻ്റെയൊക്കെ ഒരു ഇക്വേഷനും നിങ്ങൾ പഠിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലോട്ട് കടക്കും. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ ഗവേണിംഗ് ലോ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗവേണിംഗ് ലോ എന്ന് പറയുന്നത് ഫുറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ടേം വരും, തെർമൽ കണ്ടക്ടിവിറ്റി. അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ അത് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷനിലോട്ട് കടക്കും. സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ വേരിയസ് ജോമെട്രീസ്, പ്ലെയിൻ വോൾസിലൂടെ, സിലിണ്ടേഴ്സിലൂടെ, സ്ഫിയേഴ്സിലൂടെയൊക്കെയുള്ള സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇതിൽ സോൾവ് ചെയ്യുക. എല്ലാ മൊഡ്യൂൾസിലെ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാലും അതിലെ ഒരു 90-95% ക്വസ്റ്റ്യൻസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. അപ്പോൾ ഈ ഒരു ഏതൊക്കെ പ്രോബ്ലംസ് ആണോ വീഡിയോസിൽ സോൾവ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എക്സാമിന്. അപ്പോൾ നിങ്ങൾക്കത് ആ ഒരു ക്വസ്റ്റ്യൻസ് ഈസിലി സോൾവ് ചെയ്തിട്ട് എക്സാം പാസ്സാവാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുക കോൺസെപ്റ്റ് ഓഫ് തെർമൽ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ ഒക്കെ കേസിൽ നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഈ ഒരു അനാലജി വെച്ചിട്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ നമുക്ക് എഴുതാൻ പറ്റും റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് എന്ന്. അവിടെയാണ് നമ്മൾ എന്താണ് ഈ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പഠിക്കുക. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്താണെന്ന് പഠിക്കും. സ്ഫിയേഴ്സിൻ്റെയും സിലിണ്ടേഴ്സിൻ്റെ ഒക്കെ കേസിൽ ഈ ഒരു ടേം വരും, ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്നൊക്കെ പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ
ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായി മാറും. അപ്പോൾ എന്തിൻ്റെയും ഒരു കോൺസെപ്റ്റ്, ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വേണം. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയി കഴിഞ്ഞാലേ അതിനോടുള്ളൊരു ഇഷ്ടം കൂടും അല്ലേ. അപ്പോൾ അത്രയും കൺസൈസ് ആയിട്ട് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുമാണ് ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഓ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. അപ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കാനും, അപ്പോൾ എക്സാമിന് ഈ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. വീഡിയോസിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺസ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷനിലോട്ട് കിടക്കും. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ, അത് കഴിഞ്ഞാൽ അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷനിലോട്ടാണ് കിടക്കുക. അതിൽ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ലംപ്ഡ് കപ്പാസിറ്റൻസ് മോഡൽ അല്ലെങ്കിൽ ലംപ്ഡ് ബോഡി അനാലിസിസ് എന്ന് പറയും. അതിലാണ് നിങ്ങൾ എന്താണ് ലംപ്ഡ് ബോഡി എന്ന് പഠിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇമ്പോർട്ടൻ്റ് ഏരിയാസും കവർ ചെയ്തിട്ടൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഇതിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലംപ്ഡ് കപ്പാസിറ്റൻസ് മോഡലിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ് ലംപ്ഡ് ബോഡി എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എപ്പോൾ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക, അതുപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏതൊരു ഫോർമുല യൂസ് ചെയ്യണം, ഇത് ഏത് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവാൻ കഴിയണം. അത് ഈ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമൽ അനാലിസിസ് ഓഫ് ഫിൻസ്. അപ്പോൾ എന്താണ് ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സർഫസസ്? ഫിൻസിൻ്റെ വേറൊരു പേരാണ് എക്സ്റ്റെൻഡഡ് സർഫസസ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. അത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർഫസസ് എന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ അഡീഷണൽ സർഫസസ് ആണ് ഈ ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ. അതിൻ്റെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൻസ് ഉണ്ട്. ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ, ഷോർട്ട് ഫിൻ വിത്ത് എൻഡ് ഇൻസുലേറ്റഡ്, അതായത് ഷോർട്ട് ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് എൻഡ്, അതുപോലെ ഷോർട്ട് ഫിൻ വിത്ത് കൺവെക്റ്റിംഗ് എൻഡ് അല്ലെങ്കിൽ കൺവെക്റ്റിംഗ് ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 കേസുണ്ട്. അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മൊഡ്യൂള് കഴിയും. പക്ഷേ ഇതിൽ കുറച്ചൊരു 2-3 ടോപ്പിക്സും കൂടി വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് പ്ലെയിൻ വോൾ സിലിണ്ടേഴ്സ് സ്പിയേഴ്സ് വിത്ത് ഹീറ്റ് ജനറേഷൻ പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അത് ഡെറിവേഷൻ മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡെറിവേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 2 കിടക്കും. മൊഡ്യൂൾ 2 നിങ്ങൾ പഠിക്കുക കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് കൺവെക്ഷൻ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഗവേണിംഗ് ലോ. പക്ഷേ ഇതിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ. എന്താണ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, പിന്നെ എന്താണ് ബൗണ്ടറി ലെയർ, എന്താണ് ഹൈഡ്രോ ഡൈനാമിക് ബൗണ്ടറി ലെയർ, തെർമൽ ബൗണ്ടറി ലെയർ എന്നൊക്കെ ആ കോൺസെപ്റ്റ്സ് ഒക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവെക്ഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിൽ ഈ കൺവെക്ഷനെ 2 ടൈപ്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഫോഴ്സ് കൺവെക്ഷൻ, ഫ്രീ ഓർ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയും. അപ്പോൾ ദീസ് ആർ ദ 2 ടൈപ്സ് ഓഫ് കൺവെക്ഷൻ. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലോസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ്, ലാമിനാർ ഫ്ലോസ്, ടർബുലൻറ്റ് ഫ്ലോസ് ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതെങ്ങനെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ പിന്നെ നിങ്ങൾ ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് പഠിക്കും. ഫോഴ്സ് കൺവെക്ഷനിലും ഫ്രീ കൺവെക്ഷനിലും ഒക്കെ കുറേ ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് അതൊക്കെ നല്ല ചുരുക്കിയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ്, അത് എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. ഇതിൽ നിങ്ങൾ ഡേറ്റ ബുക്ക് യൂസ് ചെയ്യേണ്ടി വരും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഡേറ്റ ബുക്ക്സ് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഏത് ഫോർമുല ഏത് ടോപ്പിക്കിന് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും. അതിൽ ഓരോ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും
സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും ബേസ്ഡ് ഓൺ ഫോഴ്സ് കൺവെക്ഷൻ, നാച്ചുറൽ കൺവെക്ഷൻ. അതിൽ തന്നെ ലാമിനാർ ഫ്ലോസ്, ടർബുലന്റ് ഫ്ലോസ് ഒക്കെ വരുമ്പോൾ ഏതൊക്കെ ഫോർമുല യൂസ് ചെയ്യണം. പിന്നെ ഡിഫറെൻറ്റ് ജോമെട്രീസിലൂടെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഫ്ലാറ്റ് പ്ലേറ്റ്സിലൂടെ, സിലിണ്ടേഴ്സിലൂടെ, സ്ഫിയേഴ്സിലൂടെ. അപ്പോൾ ഇതിലൂടെയൊക്കെ പോകുമ്പോഴുള്ള കൺവെക്ഷൻ, അതിൻ്റെയൊക്കെ പ്രോബ്ലംസ്. അപ്പോൾ എല്ലാം റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ആൻഡ് ബോയിലിംഗും ഉണ്ട്, അതിൽ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും ഉണ്ട്. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കണ്ടൻസേഷൻ ആൻഡ് ബോയിലിംഗ് എന്നുള്ളത് പഠിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ബോയിലിംഗ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്, ടൈപ്സ് ഓഫ് ബോയിലിംഗ്, എന്തിൻ്റെ ബേസിസിലാണ് ഈ ബോയിലിംഗ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോയിലിംഗ് കർവ്, ഡിഫറെൻറ്റ് ബോയിലിംഗ് റെജീംസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ടൈപ്സ് ഓഫ് ബോയിലിംഗ് ഞാൻ പറഞ്ഞല്ലോ. പൂൾ ബോയിലിംഗ്, ഫ്ലോ ബോയിലിംഗ്, സബ് കൂൾ ബോയിലിംഗ്, സാച്ചുറേറ്റഡ് ബോയിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടൈപ്സ് ഓഫ് ബോയിലിംഗ് ഉണ്ട്. അപ്പോൾ പൂൾ ബോയിലിങ്ങിൻ്റെ കേസിലും ഇൻറ്റേർണൽ ഫ്ലോ ബോയിലിങ്ങിൻ്റെ കേസിലൊക്കെ ഉള്ള ബോയിലിംഗ് കർവ്, ഓക്കെ, അത് നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞാൽ കണ്ടൻസേഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ. എന്താണ് കണ്ടൻസേഷൻ, എങ്ങനെയാണ് കണ്ടൻസേഷൻ നടക്കുന്നത്. ഇപ്പോൾ ബോയിലിംഗ്, ഹീറ്റ് ട്രാൻസ്ഫറിൽ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ഇത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് കണ്ടൻസേഷൻ, 2 ടൈപ്സ് ഉണ്ട്, ഫിലിം കണ്ടൻസേഷൻ ആൻഡ് ഡ്രോപ്പ് വൈസ് കണ്ടൻസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസസ് എന്താണെന്നുള്ളത് നല്ല വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡിവൈസസ്, അതാണ് എന്ത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഈ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയയുടെ പല ക്രൈറ്റീരിയയുടെ ബേസിസിലാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിസിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് വാട്ട് ഇസ് മെൻറ്റ് ബൈ ഫൗളിംഗ് ഫാക്ടർ. ഫൗളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരു കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഈ 2 ടോപ്പിക്സും എന്താണെന്നുള്ളത് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് LMTD ആൻഡ് എപ്സിലോൺ NTU മെത്തേഡ്. LMTDയുടെ ഫുൾ ഫോം ലൊഗാരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, ആ ഒരു മെത്തേഡും പിന്നെ എപ്സിലോൺ NTU മെത്തേഡ്. എപ്സിലോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ്നെസ്, NTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡ്സ് ആണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡിസൈനിലുള്ളത്. അപ്പോൾ എപ്പോൾ ഓരോ മെത്തേഡും യൂസ് ചെയ്യണം, ഏത് കേസിൽ ഈ മെത്തേഡ് LMTD എപ്പോൾ യൂസ് ചെയ്യണം, NTU എപ്പോൾ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 4 കിടക്കും. മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുക റേഡിയേഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അതിൽ എന്താണ് റേഡിയേഷൻ, അതിൻ്റെ ഗവേണിംഗ് ലോ എല്ലാം നിങ്ങൾ പഠിക്കും. റേഡിയേഷൻ്റെ ഗവേണിംഗ് ലോ എന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾസ്മാൻ ലോ ആണ്. കൺവെക്ഷൻ്റെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. അപ്പോൾ ഓരോ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന് ഓരോ ഗവേണിംഗ് ലോ ഉണ്ട്. റേഡിയേഷനിൽ ഈ ഒരു ഗവേണിംഗ് ലോ കൂടാതെ വേറെ കുറച്ച് ലോസും കൂടി ഉണ്ട്. പ്ലാങ്ക്സ് ലോ, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, കിർച്ചോഫ്സ് ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലോസും കൂടി നിങ്ങൾ പഠിക്കും. അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് പഠിക്കും. പിന്നെ റേഡിയേഷൻ പ്രോപ്പർട്ടീസ്, കുറച്ച് റേഡിയേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് പഠിക്കും. അത് കഴിഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡീസ്, ബ്ലാക്ക് ബോഡി, വൈറ്റ് ബോഡി, ഗ്രേ ബോഡി, ഒപ്പേക്ക് ബോഡി, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് പഠിക്കും. ഈ കോൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് ബോഡി പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബ്ലാക്ക് ബോഡീസ്, നോൺ ബ്ലാക്ക് ബോഡീസ്. ഇപ്പോൾ ഈ നോൺ ബ്ലാക്ക് ബോഡീസ് എന്ന് പറയുന്നത് ഗ്രേ ബോഡീസ് ആണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റനിൽ ബ്ലാക്ക് ബോഡീസ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, നോൺ ബ്ലാക്ക് ബോഡീസ് എന്നാണെങ്കിൽ എന്ത് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യണം, അതുപോലെ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ്സിലൂടെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ച്, ഇതൊക്കെ നിങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സോൾവ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും ഷേപ്പ് ഫാക്ടർ. ഇപ്പോൾ ഷേപ്പ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളൊരു ഫീലിംഗ് വരും. അത്രയും സിമ്പിളാണ്. ഈ മൊഡ്യൂള് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. പിന്നെന്താണ് റേഡിയേഷൻ ഷീൽഡ്സ്. എന്താണ് റേഡിയേഷൻ ഷീൽഡ്? റേഡിയേഷൻ ഷീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫറിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 4 കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 5 കിടക്കും. മൊഡ്യൂൾ 5 പഠിക്കാൻ പോകുന്നത് മാസ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒപ്പം മാസ് ട്രാൻസ്ഫറും പഠിക്കണത്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ എന്താണ് മാസ് ട്രാൻസ്ഫർ, ഇതിൻ്റെ മെക്കാനിസം എന്താണ് എന്നുള്ളത് പഠിക്കും. ഇതിൻ്റെ ഒരു ലോ ആണ് എന്ത്, ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇതെന്താണ് എന്നുള്ളത് പഠിക്കും. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്.
അത് കഴിഞ്ഞ് ഡിഫ്യൂഷൻ ത്രൂ പ്ലെയിൻ മെംബ്രെയിൻ സിലിണ്ടേഴ്സ് സ്ഫിയേഴ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടക്ഷൻ ത്രൂ പ്ലെയിൻ വോൾ സിലിണ്ടേഴ്സ് സ്ഫിയേഴ്സ് പഠിച്ച പോലെ ഇതിൽ ഡിഫ്യൂഷൻ ത്രൂ പ്ലെയിൻ മെംബ്രെയിൻ സിലിണ്ടേഴ്സ് സ്ഫിയേഴ്സ് ഒക്കെ പഠിക്കും. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ടോപ്പിക്കാണ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ, അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ ത്രൂ എ സ്റ്റാഗ്നന്റ് എയർ ഫിലിം. അപ്പോൾ ഇത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഡെറിവേഷനും ഉണ്ട്, അത് ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസും ഇതിൻ്റെ ഡെറിവേഷൻസും ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 6 പോയി കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ലെങ്തി ഡെറിവേഷൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൻ്റെ കോഴ്സ് പ്ലാൻ. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും വലിയൊരു സബ്ജക്റ്റിനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയറൊക്കെ വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റാ ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എക്സാമിനും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ HMTയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഏതൊരു ടോപ്പിക്കും പഠിക്കേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും എക്സാം പാസ്സാവാനും സാധിക്കും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് HMTയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ തെർമൽ അനാലിസിസ് ഓഫ് ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സർഫസസ് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നൗ യു ക്യാൻ സീ ദ വീഡിയോ. നൗ ലെറ്റ്സ് ഡിസ്കസ് ഫിൻസ് ഓർ എക്സ്റ്റെൻഡഡ് സർഫസസ്. നമുക്ക് ഒരു സർഫസിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറവാണെങ്കിൽ അത് കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുമ്പോൾ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി കൂട്ടാൻ പറ്റും. അതായത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ വഴി നമുക്ക് ഫ്ലോ വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ കൂടും. പക്ഷേ അതിൽ ബ്ലോവറും പമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഇക്കണോമിക്കൽ. പിന്നെ ഒരു തേർഡ് ഓപ്ഷൻ എന്തായിരിക്കും? വി ക്യാൻ ഇൻക്രീസ് ദ സർഫസ് ഏരിയ എക്സ്പോസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ എന്ത് സംഭവിക്കും? സർഫസ് ഏരിയ കൂടുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് അത്രയും കൂടും, അത്രയും ഏരിയ വിൽ ബി എക്സ്പോസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? അപ്പോൾ ഈ തേർഡ് ഓപ്ഷൻ, അതായത് ഇൻക്രീസിങ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ബൈ ഇൻക്രീസിങ് ദ ഏരിയ എക്സ്പോസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൻസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സർഫസസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു വോളിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് കൂട്ടണം. അപ്പോൾ നമ്മളൊരു ഫിൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് സർഫസ് ഇതുപോലെ ഇപ്പോൾ ഒരു വോളിൽ നമ്മളിങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് സർഫസ് നമ്മൾ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇതിൻ്റെ ഒറിജിനൽ ഏരിയ, ഇപ്പോൾ ഈ വോൾ ഏരിയ എന്ന് പറയുന്നത് ഇത്രയല്ലേ വരുള്ളൂ, ഇതായിരിക്കും അതിൻ്റെ വോൾ ഏരിയ അല്ലേ? പക്ഷേ നമ്മൾ ഒരു ഫിൻ കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയും കൂടി എന്താണ് എക്സ്ട്രാ കിട്ടുകയാണ് ഫോർ ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ടേക്ക് പ്ലേസ്. അപ്പോൾ ദിസ് എക്സ്റ്റെൻഡഡ് സർഫസ് ഇസ് നോൺ ആസ് എ ഫിൻ. അപ്പോൾ ഈ ഫിൻസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഏരിയാസിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. റേഡിയേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസിൽ കാണാം. പിന്നെ കണ്ടൻസേഴ്സിൽ, അതായത് റെഫ്രിജറേറ്റേഴ്സിലുള്ള കണ്ടൻസർ ട്യൂബ്സിൽ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ കംപ്രസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ യൂസ്ഡ് ഇൻ ബിൽഡിങ്സ്. ദെൻ ഇൻ ഇലക്ട്രിക് മോട്ടോഴ്സ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഫിൻസിൻ്റെ യൂസേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വി ആർ യൂസിങ് ദ എക്സ്റ്റെൻഡഡ് സർഫസസ് ഓർ ഫിൻസ്. സോ ഈ ഫിഗറിൽ ഒരു ഫിൻ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് വോളിലേക്ക്. ഈ വോൾ സർഫസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദിസ് വോൾ, ഹിയർ have attached a fin. Okay, അപ്പോൾ ഈ ഫിന്നിൻ്റെ let the length of this fin be L, let the width of the fin be B, and let the thickness of the fin be Y. Okay, now here I have considered a volume element. ഒരു വോളിയം എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഈ വോളിയം എലമെൻറ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് let it be QX. ഇതിൻ്റെ ഈ വോളിയം എലമെൻറ്റ് let it be at a distance of X from this end. Okay, X meters, വോളിന്ന് X മീറ്റേഴ്സിലാണ്. ആൻഡ് ലെറ്റ് ദ തിക്നെസ് ഓഫ് ദിസ് വോളിയം എലമെൻറ്റ് ബി DX. അപ്പോൾ DX തിക്നെസ്സിലുള്ള ഒരു വോളിയം എലമെൻറ്റ്, അതിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി QX.
and the heat flowing out from the volume element be Qx plus dx. This fin is exposed to surrounding air അല്ലേ, അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ ഏതാണോ ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡിലോട്ട് എക്സ്പോസ്ഡ് ആണ് ഈ ഫിൻ. സോ വാട്ട് വിൽ ഹാപ്പൻ, the heat will get transferred to the ambient air or fluid by means of convection അല്ലേ. അപ്പോൾ കണ്ടക്ഷനൊപ്പം കൺവെക്ഷനും നടക്കുന്നുണ്ട്. ലെറ്റ് ദ ബേസ് ടെമ്പറേച്ചർ, അതായത് ഫിന്നിൻ്റെ ബേസ് ടെമ്പറേച്ചർ ലെറ്റ് ഇറ്റ് ബി T0. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എനർജി കൺസർവേഷൻ എഴുതുകയാണെങ്കിൽ Qx is equal to Qx plus dx plus Q convection എന്ന് എഴുതാലോ അല്ലേ. Qx plus dx is the rate of heat flow rate coming out from the volumetric element, and Q convection എന്ന് പറയുന്നത് എന്താ, the heat that is getting convected into the surrounding fluid medium. So Qx is the heat flow rate into the fluid element. Okay, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, Qx plus dx plus Q convection എന്ന് എഴുതാലോ. ഈ Qx plus dxനെ യൂസിങ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ടൈലർ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, Qx plus d by dx of Qx into dx plus d square by dx square into Qx into dx square by 2 factorial. ഇങ്ങനെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുള്ളതല്ലേ. സിൻസ് we have considered a very small volume element, ഈ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി സ്മോൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹയർ ഓർഡർ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, Qx plus dx is equal to Qx plus d by dx of Qx into dx എന്ന് എഴുതിക്കൂടെ. ഈ ടേം എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നറിയോ, ഈ വോളിയം എലമെൻറ്റിലൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ വരുന്ന ആ ഡിഫറൻസ് എന്താണ് ഇനീഷ്യൽ ഹീറ്റ് ഫ്ലോ റേറ്റിന് വരുന്ന ആ ഡിഫറൻസ് ആണ്. ആ ഡി എക്സ് എന്ന് പറയുന്ന ആ എലമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ഡിഫറൻസ്, ആ ഒരു ചേഞ്ചിനെയാണ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു ക്യു എക്സ് ഇൻറ്റു ഡി എക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് ഈ ക്യു എക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്യു എക്സ്? ക്യു എക്സ് ക്യാൻ ബി ഗിവൺ ബൈ മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് അല്ലേ. നമുക്കിനി ഇത് ആ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്യു എക്സ് ഈക്വൽ ടു, നൗ ക്യു എക്സ് പ്ലസ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യു എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ക്യു കൺവെക്ഷൻ എഴുതിക്കൂടെ. ഇങ്ങനെ എഴുതാലോ. അപ്പോൾ ഈ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ക്യു എക്സ് ഉണ്ടല്ലോ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യില്ലേ. ഇപ്പോൾ രണ്ടും ക്യാൻസൽ ഔട്ട് ആവും. ഇനി നമുക്ക് എന്താ കിട്ടുക, മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ക്യു കൺവെക്ഷൻ എന്ന് കിട്ടും. ഇനി ക്യു എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, എന്താ ഇക്വേഷൻ അറിയാം, എന്താണ് മൈനസ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ക്യു കൺവെക്ഷൻ എന്താണ്, എച്ച് ഇൻറ്റു ഏരിയ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ, ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇവിടെ നമുക്ക് ഏരിയ എങ്ങനെ എഴുതാമറിയോ, ലെറ്റ് പി ബി ദ പെരിമീറ്റർ ഓഫ് ദിസ് fin. Okay, so perimeter P is equal to 2 into B plus Y എന്ന് എഴുതാലോ. This is the perimeter. This is the perimeter of the fin. ഇവിടെ ഞാൻ ബ്ലൂ വെച്ച് മാർക്ക് ചെയ്യേണ്ടത്. This is the perimeter of the fin അല്ലേ. ഈ പെരിമീറ്റർ എന്താണ്, B ഇവിടെ width B ആണ്, thickness Y ആണ്. So 2 into B plus Y എന്ന് വരുമല്ലോ അതിൻ്റെ തിക്നെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ വോളിമെട്രിക് എലമെൻറ്റിൻ്റെ തിക്നെസ്, ഐ മീൻ പെരിമീറ്റർ ആണ്. സോ ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും, സെയിം തന്നെ, ബി ഇൻറ്റു 2 ഇൻറ്റു ബി പ്ലസ് വൈ. സോ നമുക്ക് എങ്ങനെ എഴുതാം ഏരിയ, ഏരിയ വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു ഡി എക്സ് അല്ലേ. ഡി എക്സ് ഇസ് ദ തിക്നെസ് ഓഫ് ദ എലമെൻറ്റ് വി ഹാവ് കൺസിഡേർഡ്. സോ പി ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതിക്കൂടെ, ദിസ് ഇസ് ദ ഏരിയ ഓഫ് ദ എലമെൻറ്റ്. ഓക്കെ, that is area exposed to heat transfer. So P dx into T minus T infinity എന്ന് കൊടുക്കാം, where T is the temperature of the element. ഇനി ഈ എൽ എച്ച് എസ് നോക്കുമ്പോൾ നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ് ഉണ്ട്, സോ പോസിറ്റീവ് ആവും. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് കെ എ ഇൻറ്റു ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് പി ഡി എക്സ് ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് എഴുതാലോ. ഇനി നോക്കിയേ, ഇവിടെ എൽ എച്ച് എസിലൊരു ഡി എക്സ് ഉണ്ട്, ആർ എച്ച് എസിൽ ഡി എക്സ് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇനി ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ കെ എ ആർ എച്ച് എസിലോട്ട് എടുക്കാം എനിക്ക് അല്ലേ. സോ എച്ച് പി ബൈ കെ എ എന്ന് വരില്ലേ.
ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി. ഓക്കെ, ഞാനിനി ഈ എച്ച് പി ബൈ കെ എ എന്നുള്ളത് എം സ്ക്വയർ കൊടുത്ത് ഡിനോട്ട് ചെയ്യാണ്. സോ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് പി ബൈ കെ എ എന്ന് എഴുതിയാൽ എം വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എ. ഇതൊരു പാരാമീറ്ററാണ്. ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫോർ ദ ഫിൻ ദിസ് പാരാമീറ്റർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇഫ് the value of convective heat transfer coefficient remains constant over the whole surface. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിന് എക്സ്പോസ്ഡ് ആയ ആ സർഫസിലൂടെ എന്താണ് ഉള്ള എച്ച് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദിസ് സർഫസ്. ഓക്കെ, ഈ സർഫസ് മൊത്തം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല ദിസ് കെ ഓൾസോ ഇഫ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്തിൻ ദ ടെമ്പറേച്ചർ റേഞ്ച് സ്പെസിഫൈഡ്. അതായത് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ തെർമൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റൻ്റ് ആയാലും ഈ എച്ച് എന്ന് പറയുന്ന കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് ആ എൻറ്റയർ സർഫസിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് എം ഇസ് കോൺസ്റ്റൻറ്റ് ഫോർ പർട്ടിക്കുലർ ഫിൻ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഈ ടി മൈനസ് ടി ഇൻഫിനിറ്റി തീറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ടി തീറ്റ ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി ഇൻഫിനിറ്റി. ഓക്കെ, സോ നമുക്ക് എന്ത് പറ്റും? ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഡി ടി ബൈ ഡി എക്സ് എന്ന് വരില്ലേ? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ കൊടുത്താലോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ. യെസ് ഓർ നോ? ടി ഇൻഫിനിറ്റി പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് സറൗണ്ടിങ് എയർ അല്ലെങ്കിൽ വാട്ടർ ലിക്വിഡ് ആണെങ്കിൽ ആ സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറാണ് ടി ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് d theta by dx equal to t by dx and d square theta by dx square is equal to d square t by dx square. ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ എന്ത് കിട്ടും? d square theta by dx square is equal to m square into theta എന്ന് എഴുതാം അല്ലേ. ടെമ്പറേച്ചർ ഡിഫറൻസ്, ആ എക്സസ് ടെമ്പറേച്ചറാണ് നമ്മളിവിടെ തീറ്റയായിട്ട് ഡിനോട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഞാൻ ഇനി എം സ്ക്വയർ തീറ്റേനെ എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരാം. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എം സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ എന്താണ്? ഇറ്റ്സ് എ ഹോമോജനസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ഇറ്റ്സ് എ ഹോമോജനസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? ദ ജനറൽ സൊല്യൂഷൻ of a homogeneous second order linear differential equation can be given by theta is equal to c1 e raised to mx plus c2 e raised to minus mx അല്ലേ. അപ്പോൾ this is the general solution for the above equation. അപ്പോൾ നമുക്ക് ഫിന്നിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അപ്പോൾ റെക്ടാങ്കുലർ ഫിന്നിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് theta equal to c1 e raised to mx plus c2 e raised to minus mx where c1 and c2 are ആർബിട്രറി കോൺസ്റ്റൻസ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ബേസ് നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് ടി നോട്ട് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അറ്റ് എക്സ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു ടി നോട്ട്. അപ്പോൾ തീറ്റ എന്താവും? തീറ്റ ഇസ് ഈക്വൽ ടു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് വരില്ലേ. അത് നമുക്ക് തീറ്റ നോട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ തീറ്റ വിൽ ബി ഈക്വൽ ടു തീറ്റ നോട്ട്. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടീഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു c1 e raised to m into 0 is 0 plus c2 e raised to minus m into 0 is 0. അപ്പോൾ എന്താ കിട്ടിയേ? തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു c1 plus c2 എന്ന് കിട്ടിയോ? കിട്ടിയില്ലേ? ഇതുപോലെ അറ്റ് എക്സ് ഈക്വൽ ടു എൽ നമുക്ക് ടി ഈക്വൽ ടു ടി എൽ എന്ന് കൊടുക്കുക. ഓക്കെ, ഒരു ടെമ്പറേച്ചർ അറ്റ് ദി എൻഡ് ഓഫ് ദി അതർ എൻഡ് ഓഫ് ദ ഫിൻ. അപ്പോൾ ടി എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു ടി എൽ മൈനസ് ടി ഇൻഫിനിറ്റി എന്ന് വരില്ലേ. അത് നമുക്ക് തീറ്റ എൽ എന്ന് വിളിക്കാമല്ലോ. സോ തീറ്റ എൽ ഇസ് ഈക്വൽ ടു c1 e raised to ml പ്ലസ് c2 e raised to minus ml എന്ന് എഴുതാം. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആ കണ്ടീഷൻസ് ബൗണ്ടറി കണ്ടീഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. നമുക്ക് ഇതിൽ 3 ഡിഫറെൻറ്റ് കേസസ് ഡിസ്കസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് 1 ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. ഈ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ എന്ന് പറയുമ്പോൾ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ.
ലെങ്ത് ഓഫ് ദ ഫിൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി അറ്റ് അതായത് അറ്റ് എക്സ് ഈക്വൽ ടു ലെങ്ത് when the length tends to infinity t will tend to t infinity അല്ലേ? The temperature of the fin will become the ambient temperature. Yes or no? So this is the condition for a infinitely long fin. അതിൻ്റെ ബേസ് അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 0 സെയിം കണ്ടീഷൻ തന്നെയാണ് വരിക, ടി ഈക്വൽ ടു ടി നോട്ട്. അപ്പോൾ നമുക്ക് തീറ്റ നോട്ട് ഈക്വൽ ടു C1 + C2 കിട്ടും. ഇതിൻ്റെ ഡെറിവേഷൻ 3 കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. ആ 3 കേസിൻ്റെയും ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഡെറിവേഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. ഇതിൽ ഞാൻ ഡയറക്റ്റ് ഫോർമുല തരാൻ പോവുകയാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെയും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദ ബേസും. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല will be as below. Theta by theta naught is equal to, ഈ തീറ്റ എന്ന് പറയുന്നത് എന്താ അറിയോ? ടി മൈനസ് ടി ഇൻഫിനിറ്റി ബൈ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി, അതാണ് തീറ്റ നോട്ട്. സോ തീറ്റ ബൈ തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന്. ദിസ് ഈസ് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ along an infinitely long fin. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് പ്രോബ്ലംസ് ആദ്യം സോൾവ് ചെയ്തിട്ട് then we will see the derivation part. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദ ബേസ് എന്തായിരിക്കും നോക്കാം. ഓക്കെ, this is given by Q naught. Q naught is equal to root of HPKA into T naught minus T infinity. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് HPKA ഇൻറ്റു തീറ്റ നോട്ട് എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. സോ ദിസ് ഇസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദ ബേസ് ഓഫ് ദിസ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണെങ്കിൽ, ഓക്കെ, ദിസ് ഇസ് ദ ബേസ് ടെമ്പറേച്ചർ T naught. Okay, this temperature will keep on decreasing അല്ലേ? നമ്മുടെ ഫിൻസിലൂടെ ഇങ്ങനെ ഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്റ്റെൻഡഡ് സർഫസ്, അതിലൂടെ ഇങ്ങനെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്. സോ ദ ടെമ്പറേച്ചർ വിൽ കണ്ടിന്യൂസ്ലി റെഡ്യൂസ് അല്ലേ? അത് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ ടി ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ആംബിയൻ ടെമ്പറേച്ചറിലോട്ട് എത്തും അല്ലേ? ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടു. ദിസ് ഇസ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിൻ, അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഫിൻ, ദ ടെമ്പറേച്ചർ റീച്ചസ് ദ ആംബിയൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമുക്ക് ഇതെന്താണ്? ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ ആണല്ലോ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കേസ്, കേസ് 2, ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ്. ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വോളിലേക്ക് അറ്റാച്ച് ചെയ്തൊരു ഫിന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതുപോലൊരു ഫിൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ എൻഡ് വിൽ ബി ഇൻസുലേറ്റഡ്. ഓക്കെ, ദിസ് എൻഡ് വിൽ ബി ഇൻസുലേറ്റഡ്. ഈ എൻഡ് ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ ഈ എൻഡിലൂടെ എന്ത് നടക്കില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ നടക്കില്ല. അതുപോലെ നമുക്കറിയാം എന്താണ്, when the end is insulated means the heat transfer rate through that end will be 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് KA dt by dx will be equal to എന്താണ്? HA into T minus T infinity. This will be equal to 0 അല്ലേ? At the end of the fin, since the end is insulated, we can write this conduction heat transfer rate is equal to convective heat transfer rate is equal to 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dt by dx at x equal to L is equal to 0. ഇതാണ് ഇതിൻ്റെ എൻഡ് കണ്ടീഷൻ. ബേസ് കണ്ടീഷൻ ഇത് തന്നെ, സെയിം തന്നെ, at x equal to 0, t equal to t naught എന്ന് കിട്ടും. ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതാം. സോ തീറ്റ ബൈ തീറ്റ നോട്ട് is equal to cos h m L minus x divided by cos h ml എന്നാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വരിക. ദിസ് ഇസ് ഈക്വൽ ടു T minus T infinity by T naught minus
T infinity. Okay. ഇനി ഇതിൻ്റെ heat transfer rate from the base of the fin, Q naught. This is the heat transfer rate from the base of the fin. Q naught is equal to root of HPKA into T naught minus T infinity into tan HML എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ HPKA into theta naught into tan HML എന്ന് എഴുതാം. So this is the equation for the heat transfer rate from the base of the fin. ഇനി തേർഡ് കേസ്, ഓക്കെ, അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഗ്രാഫും കൂടി വരയ്ക്കാം. അപ്പോൾ ദിസ് ഇസ് ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ T നോട്ട് ഇവിടെ, T ഇൻഫിനിറ്റി ഇവിടെ. ഓക്കെ, ദ ടെമ്പറേച്ചർ വിൽ റെഡ്യൂസ് and it reaches the, will it reach the ambient temperature? No, it won't reach the ambient temperature. So this is the length of the fin. ആ ഫിന്നിൻ്റെ എൻഡിലോട്ട് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിവിടെ ഇൻസുലേറ്റഡ് ആണ്, ഇവിടെ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഒന്നുമില്ല, അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ്. നെക്സ്റ്റ് കേസ് 3, ഷോർട്ട് ഫിൻ എൻഡ് നോട്ട് ഇൻസുലേറ്റഡ്, അതായത് കൺവെക്റ്റിംഗ് ടിപ്പാണ്, എൻഡ് നോട്ട് ഇൻസുലേറ്റഡ്. ഇത് പറഞ്ഞാൽ എന്താ, ഇങ്ങനൊരു ഫിൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എൻഡിലൂടെ എന്താണ്, കൺവെക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിൻ ദർ ഇസ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ഷോർട്ട് ഫിൻ എൻഡ് നോട്ട് ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ അറ്റ് x ഈക്വൽ ടു എൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് എ ഇൻറ്റു ടി മൈനസ് ടി ഇൻഫിനിറ്റി അല്ലേ. അങ്ങനെ എഴുതിക്കൂടെ? ദിസ് ഇസ് ദ കണ്ടീഷൻ when the end of the fin is not insulated. x equal to 0 വരുമ്പോൾ ഇവിടെയും t equal to t naught ആവും. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്താ നോക്കാം. സോ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ ഷോർട്ട് ഫിൻ വിത്ത് കൺവെക്റ്റിംഗ് ടിപ്പ് is given by theta by theta naught is equal to cos h m l minus x plus h by m k into sin h m l minus x divided by cos h m l plus h by m k sin h m l. Okay, so heat transfer rate from the base of such a fin, in the short fin end not insulated, and the heat transfer rate from the base of the fin is given by Q naught. That will be equal to root of HPKA into T naught minus T infinity into H by MK plus tan H ml divided by 1 plus H by MK tan H ml. Okay, equation കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു തേർഡ് കേസ്, ഈ എൻഡ് നോട്ട് ഇൻസുലേറ്റഡ്, ഈ ഒരു കേസ് നമുക്ക് എൻഡ് ഇൻസുലേറ്റഡ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ലെങ്ത് ഉണ്ടല്ലോ, ഫിന്നിൻ്റെ ലെങ്ത്ത്, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റഡ് ലെങ്ത്ത് അവിടെ യൂസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് എൻഡ് നോട്ട് ഇൻസുലേറ്റഡിൻ്റെ, അതായത് എൻഡ് ഇൻസുലേറ്റഡിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എൻഡ് നോട്ട് ഇൻസുലേറ്റഡ് നമുക്ക് എൻഡ് ഇൻസുലേറ്റഡ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഈ ഒരു കേസിൽ എൻഡ് നോട്ട് ഇൻസുലേറ്റഡ് എന്നുള്ള കേസാണെങ്കിൽ നമുക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിൻ ദർ വിൽ ബി ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ. ഇവിടെ എന്തുണ്ടാവും നമുക്കറിയാം, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ക്യൂ കൺവെക്ഷൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇതിനെ ഇൻസുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കൺവെക്ഷൻ നടക്കണ അത്രയും പോർഷൻ ആ ലെങ്ത്തിലോട്ട് കോമ്പൻസേറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഫിന്നിൻ്റെ ലെങ്ത്തിലേക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് എത്രത്തോളം ഇൻക്രീസ് ചെയ്താൽ ഈ ലെങ്ത്ത്, ഈ എൽ എന്നുള്ളത് പ്ലസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഇവിടെ ഈ ഒരു എൻഡിൽ കിട്ടുന്ന ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്
കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമുക്ക് ഇതൊന്ന് മനസ്സിലാവും. കറക്റ്റഡ് ലെങ്ത് എൽ സി, ഓക്കെ, എൽ സി എന്ന് വിളിക്കാം. എൽ സി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എ ബൈ പി എന്ന് എഴുതാം, വേർ എ ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫിൻ ആൻഡ് പി ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ദിസ് ഇസ് ദ width of the fin b and this is the thickness of the fin y. ഓക്കെ, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ എൻഡിലെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ബി ഇൻറ്റു വൈ അല്ലേ? ദിസ് ഇസ് ബി ഇൻറ്റു വൈ. സോ ഏരിയ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ, ഓക്കെ, അതിൻ്റെ മുമ്പേ പെരിമീറ്ററും കൂടി എഴുതാം. പെരിമീറ്റർ പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് വൈ ആണല്ലോ. ഈ എൻഡിലെ പെരിമീറ്റർ നമുക്ക് കിട്ടുക എന്താണ്? 2 ഇൻറ്റു ബി പ്ലസ് വൈ. അപ്പോൾ എ ബൈ പി ചെയ്ത് കഴിഞ്ഞാൽ ബി വൈ ബൈ 2 ഇൻറ്റു ബി പ്ലസ് വൈ വരില്ലേ? അപ്പോൾ ഇതാണ് കറക്റ്റഡ് ലെങ്ത്. നമ്മൾ ഈ കറക്റ്റഡ് ലെങ്ത് കിട്ടാൻ ഈ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. അപ്പോൾ എൽ സി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എ ബൈ പി വിച്ച് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ബി വൈ ബൈ 2 ഇൻറ്റു ബി പ്ലസ് വൈ എന്ന് എഴുതാം. Suppose the width of the fin is very very large compared to its thickness. ആ കേസിൽ നമുക്ക് y ഇഗ്നോർ ചെയ്യാലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൽ സി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ബി വൈ ബൈ 2 ഇൻറ്റു ബി എന്ന് മാത്രമേ വരുള്ളൂ അല്ലേ? പെരിമീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ദ വിഡ്ത്ത്, ദിസ് ഇസ് ദ തിക്നെസ് y. ഹിയർ വി ഹാവ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ അല്ലേ? ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ if b is very very large compared to y, നമുക്ക് y എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇവിടെ പെരിമീറ്റർ നമുക്ക് ഇഗ്നോർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ബി എന്ന് മാത്രമല്ലേ വരുള്ളൂ. സോ ദിസ് ബി ആൻഡ് ദിസ് ബി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. സോ എൽ സി വിൽ ബി ഈക്വൽ ടു എൽ പ്ലസ് വൈ ബൈ 2. അപ്പോൾ ദിസ് ഇസ് ദ കറക്റ്റഡ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ കറക്റ്റഡ് ലെങ്ത് വെച്ചിട്ട് നമ്മൾ ഇനി ഈ ഏതാണ് ഷോർട്ട് ഫിൻ വിത്ത് കൺവെക്റ്റിംഗ് ടിപ്പിനെ ഷോർട്ട് ഫിൻ വിത്ത് എൻഡ് ഇൻസുലേറ്റഡ് ആക്കി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ആ കോംപ്ലിക്കേറ്റഡ് ഫോമുല, അപ്പോൾ നമ്മളിവിടെ കണ്ട കോംപ്ലിക്കേറ്റഡ് ഫോമുലയൊന്നും എഴുതണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ തീറ്റ ബൈ തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു ഏതിൻ്റെ എഴുതിയാൽ മതി? ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡിൻ്റെ എഴുതിയാൽ മതി. ദാറ്റ് ഇസ് കോസ് എച്ച് എം എൽ മൈനസ് എക്സ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ എൽ സി മൈനസ് എക്സ് എന്ന് വരും, ആ ഒരു ഡിഫറൻസ് വരും, ഡിവൈഡഡ് ബൈ കോസ് എച്ച് എം എൽ സി എന്ന് വരും. അപ്പോൾ ഈ എൽ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺവെക്റ്റിംഗ് ടിപ്പുള്ള ഷോർട്ട് ഫിന്നിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ് ആക്കി മാറ്റി. പക്ഷേ അത് മാറ്റുമ്പോൾ ആ എൻഡിലൂടെയുള്ള കൺവെക്ഷൻ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് ആ ലെങ്ത്തിലൂടെയുള്ള കൺവെക്ഷൻ ആക്കി മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എൽ സി ഒറിജിനൽ ലെങ്ത്തിലൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ക്യൂ നോട്ട് അപ്പോൾ എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ rate from the base of the fin same as that of the short fin with end insulated, but we have to use the corrected length. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എച്ച് പി കെ എ ഇൻറ്റു ടി ബി ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഇൻറ്റു ടാൻ എച്ച് എം എൽ സി എന്ന് വരും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൽ സി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എൽ സി ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ സച്ച് എ വേ സച്ച് ദാറ്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ from a fin of length LC with insulated tip will be equal to the heat transfer from the actual fin of length L with എന്താണ്? convecting tip അല്ലേ? നമ്മളെ ആക്ച്വൽ ഫിന്ന് ലെങ്ത് L ആണ് and that is convecting, that has a convecting tip. Now we have converted that short fin with convecting tip into a short fin with end insulated or with insulated tip such that the length L has got converted to the corrected length. അപ്പോൾ കറക്റ്റഡ് ലെങ്ത് എന്ന് പറയുന്നത് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എൽ സി എന്നുള്ളത് ഒറിജിനൽ ലെങ്ത് എല്ലിലോട്ട് ആഡ് ചെയ്തത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. Corrected length LC can be defined such that the heat transfer from a fin of length LC with insulated tip is equal to the heat transfer from the actual fin of length L with convection at the tip. നമുക്കപ്പോൾ ഈ ഷോർട്ട് ഫിൻ വിത്ത് കൺവെക്റ്റിംഗ് ടിപ്പിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസ് ടെമ്പറേച്ചർ ടി നോട്ട്. അപ്പോൾ എലോങ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം പറഞ്ഞേ, നമ്മുടെ ഈ അറ്റ് എക്സ് ഈക്വൽ ടു എൽ, അതായത്
ഫിന്നിൻ്റെ എൻഡിലോട്ട് എത്തുമ്പോൾ, അതായത് ബേസിൽ നിന്ന് എൻഡിലോട്ട് എത്തുമ്പോൾ ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി ആയി മാറുമോ ഈ കേസിൽ? ഇല്ലല്ലോ. ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിൽ മാത്രമേ അറ്റ് എക്സ് ഈക്വൽ ടു എൽ T ടെൻസ് ടു T ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് എ കൺവെക്റ്റിംഗ് എൻഡ് അല്ലേ? ഇവിടെ വി ഹാവ് ദ കണ്ടീഷൻ KA dt by dx അറ്റ് എക്സ് ഈക്വൽ ടു എൽ ഇസ് ഈക്വൽ ടു HA ഇൻറ്റു എന്താണ്? TL മൈനസ് T ഇൻഫിനിറ്റി അല്ലേ? ഇവിടെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ. ഇനി ഈ ബാക്കിയുള്ള, അതായത് ഇവിടെ എത്തുമ്പോൾ ദിസ് ഇസ് എ കൺവെക്റ്റിംഗ് ടിപ്പ്. അപ്പോൾ എന്താണ്? ഇനി ബിയോണ്ട് ആ എൻഡ് കഴിഞ്ഞാലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ആംബിയൻറ്റ് ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് എന്ത്? ടെമ്പറേച്ചർ പ്രൊഫൈൽ ഫോർ ഷോർട്ട് ഫിൻ വിത്ത് കൺവെക്റ്റിംഗ് ടിപ്പ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫിൻ പെർഫോമൻസിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഫിൻ പെർഫോമൻസ്. നമ്മൾ ഫിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ്? ഒരു സർഫസിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പക്ഷേ ഫിൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഒരു എക്സ്ട്രാ നമ്മൾ എന്താണ് അവിടെ ആഡ് ചെയ്യണത്? മെറ്റീരിയലാണ് ആഡ് ചെയ്യണത്. സോ ഇറ്റ് വിൽ ഇമ്പോസ് അഡീഷണൽ തെർമൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ? ഇപ്പോൾ ഫിൻസ് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസ് കാരണം എന്ത് സംഭവിക്കും? ശരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ചിലപ്പോൾ കുറയാം അല്ലേ? അപ്പോൾ നമുക്കത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈ ഫിൻസിൻ്റെ യൂസേജ് കാരണം കൂടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു പാരാമീറ്ററാണ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഫിൻ. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ്നെസ് ഓഫ് the fin is denoted by using epsilon f. Okay, this is equal to Q with fin divided by Q without fin. Okay, but heat transfer rate by using fin to the ratio of heat transfer rate with fin to the heat transfer rate without fin. അപ്പോൾ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫിൻ ഇല്ലാതെയും ഫിന്ന് വെച്ചിട്ടും എത്രത്തോളം ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, അതിൻ്റെ റേഷ്യോ ആണ് എന്ത്? ഇഫക്റ്റീവ്നെസ്. അപ്പോൾ ക്യൂ വിത്ത് ഫിൻ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചതാണ് ഓരോ കേസിനും. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ക്യൂ വിത്ത് ഫിൻ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ നോട്ട് ഡിവൈഡഡ് ബൈ ക്യൂ വിത്തൗട്ട് ഫിൻ എന്താണ്? HA ഇൻറ്റു തീറ്റ നോട്ട് എന്ന് എഴുതിക്കൂടെ? ദിസ് തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? T0 മൈനസ് T ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സർഫസിൽ നമ്മൾ ഫിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിൻ അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം കിട്ടുന്ന ഹീറ്റ് ട്രാൻസ്ഫറും അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് കിട്ടുന്ന ഹീറ്റ് ട്രാൻസ്ഫറും. അപ്പോൾ നമ്മളിവിടെ A എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്താ? ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഫിന്നിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. ഓക്കെ, ദിസ് ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫിൻ. L is the length of the fin, B is the width of the fin, Y is the thickness of the fin എങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ AC എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. A നമ്മളിപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത് A വെച്ചിട്ടാണ്. A is equal to എങ്ങനെ എഴുതാം? B ഇൻറ്റു Y എന്നല്ലേ വരിക? അപ്പോൾ ഈ ദിസ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിത്ത് ഫിൻ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിത്തൗട്ട് ഫിൻ എന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എത്രയായിരിക്കും വിത്തൗട്ട് ഫിൻ? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസിൽ ക്യൂ നോട്ട് എന്തായിരുന്നു? √HPKA ഇൻറ്റു തീറ്റ നോട്ട് ആയിരുന്നില്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ എപ്സിലോൺ എഫ് ഇസ് ഈക്വൽ ടു √HPKA ഇൻറ്റു തീറ്റ നോട്ട്. ഈ തീറ്റ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? T0 മൈനസ് T ഇൻഫിനിറ്റി ആണെന്ന് മറക്കരുത്. ഇപ്പോൾ തീറ്റ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TI മൈനസ് T ഇൻഫിനിറ്റി. തീറ്റ എൽ എന്ന് പറയുകയാണെങ്കിൽ TL മൈനസ് T ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. Okay, so this heat transfer rate from the fin divided by heat transfer rate without fin. അതെന്താ without fin? H into A into theta naught അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മളൊരു റേഷ്യോ എടുക്കുമ്പോൾ this theta naught will get cancelled അല്ലേ? ഇവിടെ ഒരു √H ഉണ്ട്, √A ഉണ്ട്. താഴത്തോട്ട് പോകുമ്പോൾ അത് √HA എന്നായി മാറുമല്ലോ അല്ലേ? അപ്പോൾ ഈ എപ്സിലോൺ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? √KP by HA എന്ന് എഴുതിക്കൂടെ? സോ ദിസ് ഇസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഫിന്നിൻ്റെ ഇഫക്റ്റീവ്നെസ് കാണാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഓരോ ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ദിസ് ഇഫക്റ്റീവ്നെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് കെ അല്ലേ? വാട്ട് ഈസ് ദിസ് കെ? കെ ഇസ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഫിൻ മെറ്റീരിയൽ. യെസ് ഓർ നോ? അപ്പോൾ ഈ തെർമൽ കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു കണ്ടക്ട് ദ ഹീറ്റ് അല്ലേ? അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഫിന്നിന് യൂസ് ചെയ്യണമെങ്കിൽ effectiveness will increase. So if the thermal conductivity of the fin material, or if we use a fin material with high value of thermal conductivity, effectiveness increases. ഇനി അടുത്തത് എന്താ നമുക്ക് ഇതിന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്? This is inversely proportional to root of, it's inversely proportional to convective heat transfer coefficient H എന്ന് പറയാം അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ H is in the denominator. ഇതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് കൂടുമ്പോൾ ഇഫക്റ്റീവ്നെസ് കുറയും. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സർഫസ് ഉണ്ട്. ദിസ് സർഫസ് ഇസ് സെപ്പറേറ്റിംഗ് ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിൻസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് ഓഫ് ഗ്യാസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ്. ഓക്കെ, ലിക്വിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റിനെക്കാട്ടും കുറവാണ് നമ്മുടെ ഗ്യാസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് കുറഞ്ഞ സൈഡിലേ നമ്മൾ എന്ത് യൂസ് ചെയ്യൂ? ഫിൻസ് യൂസ് ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്. This surface is separating liquid and gas. Okay, അപ്പോൾ നമ്മൾ ഈ ഗ്യാസിൻ്റെ സൈഡിലായിരിക്കും ഫിൻസ് യൂസ് ചെയ്യുക, ലിക്വിഡിൻ്റെ സൈഡിലല്ല. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് ദെയർ ബൈ ഇൻക്രീസിങ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. ഇനി ഈ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടുന്നത്? ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് പി ബൈ എ എന്ന്, വേർ പി ഇസ് ദ പെരിമീറ്റർ ആൻഡ് എ ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫിൻ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പെരിമീറ്റർ ഏരിയനേക്കാൾ ക്രോസ് സെക്ഷണൽ ഏരിയയെക്കാട്ടും കൂടുതലാണെങ്കിൽ ഇഫക്റ്റീവ്നെസ് കൂടും. അപ്പോൾ നമ്മൾ തിൻ ഫിൻസ് യൂസ് ചെയ്താൽ ഇഫക്റ്റീവ്നെസ് കൂടും അല്ലേ? പെരിമീറ്റർ കൂടണമെങ്കിൽ എന്തുണ്ടാവണം? തിൻ ഫിൻസ് ആയിരിക്കണ്ടേ? ഇതൊരു സർഫസ് ആണെന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ ഫിൻസ് എന്തായിരിക്കണം? തിൻ ഫിൻസ്, ക്ലോസ്ലി സ്പേസ്ഡ് തിൻ ഫിൻസ് യൂസ് ചെയ്താൽ we can increase the effectiveness, we can increase the heat transfer rate from the surface. So if you use a number of closely spaced thin fins, heat transfer rate can be considerably increased. Okay, അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതിൽ നമ്മളൊരു ഫിന്ന് യൂസ് ചെയ്യണോ വേണ്ടിയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ദിസ് ഇഫക്റ്റീവ്നെസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഇഫക്റ്റീവ്നെസ് മിനിമം 2 ആണെങ്കിൽ മാത്രമേ, ഇഫക്റ്റീവ്നെസ്സിൻ്റെ വാല്യൂ മിനിമം 2 കിട്ടിയാൽ മാത്രമേ യൂസേജ് ഓഫ് ഫിൻസ് വിൽ ബി ജസ്റ്റിഫൈഡ്. അല്ലാതെ ജസ്റ്റ് അങ്ങ് കൊണ്ടുപോയി ഒരു ഫിൻസ് ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് ഓഫ് എന്താ കിട്ടിയേ? റൂട്ട് ഓഫ് കെ പി ബൈ എച്ച് എന്ന് കിട്ടിയില്ലേ? ഈ കെ പി ബൈ എച്ച് എ പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉള്ളിലത്തെ ക്വാണ്ടിറ്റി കെ പി ബൈ എച്ച് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ വി ഹാവ് ടു ചെക്ക് വെദർ for checking whether we can use the fin on the particular surface or not. Next, fin performance analyze ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് efficiency of the fin. Okay, efficiency of the fin eta f. So efficiency of the fin is defined as the ratio of actual heat transfer from the fin to the maximum heat transfer from the fin if the entire fin surface were at base temperature. ഒരു സർഫസിൽ ഫിൻ ഉണ്ട്. ഈ സർഫസ് ടെമ്പറേച്ചർ, അതായത് ബേസ് ടെമ്പറേച്ചർ ഓഫ് ദ ഫിൻ എന്ന് പറയുന്നത് T0 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഈ T0 ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഫിൻ T0 ആയിട്ട് ഇരിക്കുമോ ആക്ച്വൽ കേസിൽ? ഇല്ലല്ലോ. നമ്മൾ ടെമ്പറേച്ചർ പ്രൊഫൈൽ കണ്ടു, T0 കുറഞ്ഞു 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 വരും അല്ലേ? ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിന്നിൻ്റെ കേസാണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു എൽ അത് T ഇൻഫിനിറ്റി ആയിട്ട് മാറും ചെയ്യും. അപ്പോൾ ഈ T0 നമുക്ക് കുറയും എന്നറിയാം ആക്ച്വൽ കേസിൽ. പക്ഷേ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഈ ഫിന്നിൽ നിന്ന് കിട്ടണമെങ്കിൽ ഈ ഫിന്നിൻ്റെ എൻറ്റയർ സർഫസ്, അതായത് ദ സർഫസ് എക്സ്പോസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ, ഇതൊരു പ്രൊട്രൂഡഡ് സർഫസ് ആണ്. അപ്പോൾ ഈ എൻറ്റയർ സർഫസ് എല്ലാ ഏരിയയിലും എന്താണ് ടെമ്പറേച്ചർ T0 ആയിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ബേസ് ടെമ്പറേച്ചർ ആയിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കിട്ടില്ലേ?
അതായത് T0 മൈനസ് T ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഡിഫറൻസ് അത് അവിടെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ എന്താണ്, കൂടും. അപ്പോൾ അതൊരു ഐഡിയൽ കേസാണ്. അപ്പോൾ ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്താണ് ആക്ച്വൽ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ divided by maximum heat transfer from the fin if the entire fin surface were at base temperature. Okay, അപ്പോൾ T0 എന്നുള്ള ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഫിൻ യൂണിഫോം ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് എങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ഫിൻ ഈ ടെമ്പറേച്ചർ യൂണിഫോം ആവണമെങ്കിൽ എന്തായിരിക്കണം, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഫിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്നുള്ളതാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ ഒരു കേസിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഫിൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എങ്ങനെ എഴുതാം? ETA_F ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ Q0 എന്ന് എഴുതിക്കൂടെ, ഡിവൈഡഡ് ബൈ Qmax എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ഫിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ Q0 എന്താണ്, root of HPKA into theta naught അല്ലേ. അപ്പോൾ ETA_F is equal to root of HPKA into theta naught divided by Qmax എന്ത് കിട്ടും? Qmax എന്ന് പറയുന്നത് എന്താണ്, maximum heat transfer from the fin if the entire fin surface were at base temperature. അപ്പോൾ ഇവിടെ നമുക്ക് H into AF into theta naught എന്ന് കൊടുക്കാം, where AF is the fin area exposed to heat transfer. ഈ AF എന്ന് പറയുന്നത് എന്തായിരിക്കും, P into L ആയിരിക്കും. ഇപ്പോൾ ഒരു ഫിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി നോ ദാറ്റ് ദിസ് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിൻ. എന്താണ് പെരിമീറ്റർ ഓഫ് ദ ഫിൻ? 2 into B plus Y അല്ലേ. ദിസ് ഈസ് ദ width of the fin, this is the thickness Y of the fin. So perimeter P is equal to 2 into B plus Y. This quantity into length will give you the surface area exposed to heat transfer. Okay, അപ്പോൾ എൻറ്റയർ സർഫസ് T0 ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ETA_F is equal to root of HPKA into theta naught divided by H into AF എന്താണ്, PL അല്ലേ, ഇൻറ്റു theta naught. ഇനി ഈ theta naught നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ഇവിടെ H ഉണ്ട്, P ഉണ്ട് അല്ലേ. റൂട്ട് HP ഡിനോമിനേറ്ററിൽ വരുമ്പോൾ റൂട്ട് HP എന്നായി മാറും അല്ലേ. So root of KA by HP into 1 by L എന്ന് കിട്ടും അല്ലേ. ഒരു എല്ലും ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ. ഈ ഒരു ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? M is equal to root of HP by KA എന്ന് കിട്ടിയിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇത് എന്താണ്? റൂട്ട് ഓഫ് KA by HP ആണ്. റൂട്ട് ഓഫ് KA by HP പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 1 by M. 1 by M into 1 by L which is equal to 1 by ml. So this is the efficiency of an infinitely long fin. Okay, ഇതുപോലൊരു നമ്മൾ ഷോർട്ട് ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ആണെങ്കിൽ എന്താണ് Q0 വരിക? Q0 is equal to root of HPKA into theta naught into എന്ത് വരും? ഒരു ടേം കൂടി വരും, tan H ml കൂടി വരും ഇല്ലേ. This value divided by H into PL into theta naught എന്ന് കിട്ടും അല്ലേ. അപ്പോൾ theta naught ക്യാൻസൽ ചെയ്യുക, HP ക്യാൻസൽ ചെയ്യുക. So in the denominator we'll get root HP അല്ലേ. This thing is equal to എന്ത് കിട്ടും? root of KA divided by HP into tan H ml divided by L എന്ന് വരും. root of KA by HP എന്താണ്? 1 by M. So efficiency of a short fin with insulated tip അല്ലെങ്കിൽ insulated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എഫിഷ്യൻസി tan H ml divided by ml. So this is the efficiency for this case. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കേസിനും നമുക്ക് എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ് ഒക്കെ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിനി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ആൻ അലുമിനിയം ഫിൻ K equals 200 watts per meter Kelvin of 1 meter width, 3.5 mm thick and 2.5 centimeter long
protrudes from a wall. Okay, the base is at 420 degrees Celsius, base temperature തന്നിട്ടുണ്ട്. Ambient air temperature is 30 degrees Celsius and the heat transfer coefficient is 11 watts per meter square Kelvin. We have to find out the rate of heat loss and fin efficiency if the fin tip is insulated. Okay, അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്, എന്ത് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. സോ ആദ്യം ഗിവൺ ഡേറ്റ് എഴുതാലോ അല്ലേ. എന്തൊക്കെ തന്നിട്ടുണ്ട് പറഞ്ഞേ, കെ തന്നിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു 200 വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ. വിഡ്ത്ത്, ഇപ്പം നമുക്ക് ഇതൊരു വോളാണെങ്കിൽ ഈ വോളിൽ നിന്ന് ഫിന്ന് പ്രൊട്രൂഡ് ചെയ്ത് ഇതുപോലെ എയറിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫിൻ. This is the width of the fin and this is the thickness. അല്ലേ. അപ്പോൾ ഈ എല്ലാ പാരാമീറ്റേഴ്സും എല്ലാതും നമുക്ക് തന്നിട്ടുണ്ട്, ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി നമ്മൾ എടുത്ത് എഴുതുക, ജസ്റ്റ് ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല. അപ്പോൾ ഇതിൽ വിഡ്ത്ത് ബി ഈക്വൽ ടു 1 മീറ്റർ തന്നിട്ടുണ്ട്, തിക്നെസ് വൈ ഈക്വൽസ് 3.5 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 0.0035 മീറ്റേഴ്സ് എന്ന് വരും അല്ലേ. ഇനി ലെങ്ത്ത് തന്നിട്ടുണ്ട് 2.5 സെൻറ്റിമീറ്റേഴ്സ്. ദിസ് ഇസ് ഈക്വൽ ടു 0.025 മീറ്റേഴ്സ് അല്ലേ. പിന്നെ തന്നിട്ടുണ്ട് ബേസ് ടെമ്പറേച്ചർ T0. ദിസ് ഇസ് ഈക്വൽ ടു 420 ഡിഗ്രി സെൽഷ്യസ്. ആംബിയൻറ്റ് എയർ ടെമ്പറേച്ചർ T ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് H ഈക്വൽസ് 11 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ലോസ് ആൻഡ് ദ ഫിൻ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻസുലേറ്റഡ് ടിപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺവെക്ഷൻ ഇല്ല, ഇൻസുലേറ്റഡ് ടിപ്പാണ്. ഇപ്പോൾ ഷോർട്ട് ഫിൻ എൻഡ് ഇൻസുലേറ്റഡ് ആണ് ഇത്. ഓക്കെ, ഷോർട്ട് ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ്. ഇതിൻ്റെ ഫോർമുല എന്താണ്, ക്യൂ ഈക്വൽസ് റൂട്ട് ഓഫ് HP KA ഇൻറ്റു θ0 ഇൻറ്റു tan H ml അല്ലേ. എം എന്താണ്, ആദ്യം നമുക്ക് ML-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ML ഇസ് ഈക്വൽ ടു, എം എന്താണ്, റൂട്ട് ഓഫ് HP ബൈ KA ഇൻറ്റു L. അപ്പോൾ എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H എത്രയാണ് തന്നിരിക്കുന്നത്, 11 ഇൻറ്റു വാട്ട് ഈസ് ദ പെരിമീറ്റർ. ഇവിടെ നമുക്ക് ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കണ്ടേ. പെരിമീറ്റർ P ഈക്വൽസ് 2 ഇൻറ്റു B പ്ലസ് Y അല്ലേ. ഈ ഫിന്ന് നോക്കിയേ, ഫിന്നിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു ഏരിയ അല്ലേ, നോട്ട് ഏരിയ, ഈ ഒരു പോർഷൻ അല്ലേ. സോ 2 ഇൻറ്റു B പ്ലസ് Y എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു B എത്രയാണ് തന്നിരിക്കുന്നത്, 1 പ്ലസ് 0.0035. രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ K ഇൻറ്റു A. K എത്രയാണ് തന്നിരിക്കുന്നത്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് K? K is 200 ഇൻറ്റു ഏരിയ എന്ത് വരും, ഫിൻ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫിൻ. ഇവിടെ നോക്കിയേ, ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ബി ദിസ് പോർഷൻ റൈറ്റ്. ദിസ് ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ ഏരിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, B ഇൻറ്റു Y ഇസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫിൻ. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ എഴുതാമല്ലോ, B ഇൻറ്റു Y എന്ന്. സോ 1 ഇൻറ്റു 0.0035 എന്ന് ഡയറക്റ്റ് എഴുതാം. M ഇൻറ്റു L ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കണത്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് L? ലെങ്ത്ത് നമുക്ക് 0.025 തന്നിട്ടുണ്ട് അല്ലേ. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 0.14 എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് HP KA. H 11 ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 1 പ്ലസ് 0.0035, അത് 1.0035 എന്ന് ഡയറക്റ്റ്ലി എഴുതാം നിങ്ങൾക്ക്. ഇൻറ്റു K 200 ആണ്, ഇൻറ്റു A, ഏരിയ ഈസ് 1 ഇൻറ്റു 0.0035 അല്ലേ. ഇപ്പോൾ റൂട്ട് ഓഫ് HP KA ഇൻറ്റു θ0. θ0 എന്താണ്, വാട്ട് ഇസ് θ0? T0 മൈനസ് T ഇൻഫിനിറ്റി അല്ലേ. T0ഉം T ഇൻഫിനിറ്റിയും തന്നിട്ടുണ്ടല്ലോ. T0 എത്രയാണ്, 420, T ഇൻഫിനിറ്റി 30. അപ്പോൾ ഇവിടെ 420 മൈനസ് 30 എന്ന് എഴുതിയാൽ പോരെ.
എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. T0 minus T infinity into ml അല്ലേ? ml is 0.14 into tan h into 0.14 അല്ലേ? into tan h ml ആണ് നമുക്ക് എന്ത് കിട്ടുക? Qയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. So you will get the value of Q as 213.06 watts. Okay. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 213.06 വാട്ട്സ്. ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് എ ഷോർട്ട് ഫിൻ വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ് എന്തായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു tan h ml by ml ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് tan h ഇൻറ്റു എങ്ങനെ എഴുതാം? 0.14 ഡിവൈഡഡ് ബൈ 0.14 അല്ലേ? അപ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഇത് കാൽക്കുലേറ്ററിൽ സെലക്ട് ചെയ്യുക. tan h 0.14 കൊടുക്കുക ഡിവൈഡഡ് ബൈ 0.14 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.9935. This is equal to 99.35%. അപ്പോൾ efficiency of this fin is 99.35%. Next question. A carbon steel K equals 35 watts per meter Kelvin, 90 mm long rod with cross-sectional area 5 into 10 raised to minus 3 meter square and perimeter 0.69 meters is attached to a plain wall which is maintained at a temperature of 400 degrees Celsius. The surrounding environment is at 50 degrees Celsius and the heat transfer coefficient is 90 watts per meter square Kelvin. Calculate the heat dissipated by the rod. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എൻഡ് ഇൻസുലേറ്റഡ് ആണോ ഇൻസുലേറ്റഡ് അല്ലയോ എന്ന് തന്നിട്ടില്ല അല്ലേ? കൺവെക്റ്റിംഗ് ടിപ്പാണോ ഇൻസുലേറ്റഡ് ടിപ്പാണോ എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇത് ഷോർട്ട് ഫിൻ വിത്ത് എൻഡ് ഇൻസുലേറ്റഡ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ കൺവെക്റ്റിംഗ് ടിപ്പായിട്ട് അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് ആൻസർ ഷീറ്റിൽ മെൻഷൻ ചെയ്യണം. We have considered this short fin with insulated tip. ഓക്കെ, ഇത് അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യണ ഫിൻ അതവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, വിത്ത് ഇൻസുലേറ്റഡ് ടിപ്പ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യൂ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഗിവൺ ഡേറ്റ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ഫസ്റ്റ്. അപ്പോൾ അതിൽ കെ തന്നിട്ടുണ്ട്. കെ ഈസ് 35 watts per meter Kelvin. Then length is given. L is equal to 90 mm. അല്ലേ? 90 mm എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.09 മീറ്റേഴ്സ് അല്ലേ വരിക. പിന്നെ അടുത്ത എന്താ തന്നിരിക്കുന്നത്? ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ എ ഈസ് ഈക്വൽ ടു 5 into 10 raised to minus 3 meter square എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 0.69 meters എന്ന് തന്നിട്ടുണ്ട്. Then what else is given? Maintain a temperature of 400 degrees Celsius. But T0 is 400 degrees Celsius അല്ലേ? The plane wall which is maintained at temperature of 400 എന്നാണ് തന്നിരിക്കുന്നത്. So T0 is 400. Surrounding temperature T infinity is equal to 50 degrees Celsius എന്ന് തന്നിട്ടുണ്ട്. Heat transfer coefficient H equals 90 എന്നും തന്നിട്ടുണ്ട്. എല്ലാ ഡേറ്റയും ഉണ്ട്. We can just substitute it in the equation for Q അല്ലേ? Q is equal to എന്താണ്? root of HP KA into theta naught into tan H ml അല്ലേ? നമ്മുടെ കൺവെക്റ്റിംഗ് അതായത് എൻഡ് ഇൻസുലേറ്റഡ് ഷോർട്ട് ഫിന്നിൻ്റെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും സിമിലർ ടൈപ്പ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരില്ല എൻഡ് ഇൻസുലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നും കൂടി നോക്കാം. Q ഈക്വൽസ് റൂട്ട് ഓഫ് എച്ച്. എച്ച് എത്രയാണ് തന്നിരിക്കുന്നത്? എച്ച് ഇസ് ഗിവൺ ആസ് 90 അല്ലേ? 90 ഇൻറ്റു പെരിമീറ്റർ 0.69. ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? പിന്നെ കെ ആണ്. കെ എത്രയാണ്? 35 ആൻഡ് ഏരിയ ഇസ് 5 into 10 raised to minus 3 അല്ലേ? ഇൻറ്റു തീറ്റ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് T0 മൈനസ് ടി ഇൻഫിനിറ്റി. T0 തന്നിട്ടുണ്ട് എത്രയാണ്? 400 മൈനസ് ടി ഇൻഫിനിറ്റി എത്രയാണ്? 50 ഇൻറ്റു tan h ml എന്ന് എഴുതിക്കൂടെ? tan h ഇൻറ്റു എം എത്രയാണ്? എം വി ഹാവ് ടു കാൽക്കുലേറ്റ് അല്ലേ? M is ml is equal to root of HP by KA into L അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ആദ്യം എം ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു എൽ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എല്ലാ വാല്യൂസും. അതല്ലേ നല്ലത്?
ഓക്കെ. അപ്പോൾ ടാൻ എച്ച് എം എൽ അല്ലേ, എമ്മിന് എന്ത് കൊടുക്കാം, റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എ അല്ലേ. എച്ച് എത്രയാണ് 90 ഇൻറ്റു പെരിമീറ്റർ 0.69 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എ, കെ ഈസ് 35 ഇൻറ്റു ഏരിയ ഈസ് 5 ഇൻറ്റു 10⁻³ അല്ലേ, ഇൻറ്റു ലെങ്ത് ഒന്നും കൂടി വരും അല്ലേ. ലെങ്ത് ഇസ് 0.09. ഇതിനി കാൽക്കുലേറ്റ് ചെയ്തൂടെ, ഇതിൻ്റെ വാല്യൂ 1078.64 watts എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയം ഫിൻസ് ഓഫ് റെക്ടാങ്കുലർ പ്രൊഫൈൽ are attached on a plain wall with 5 mm spacing. Okay, the fins have thickness equal to 1 mm and length equal to 10 mm and thermal conductivity equal to 200 watts per meter Kelvin. The wall is maintained at a temperature of 200 degrees Celsius and the fins dissipate heat by convection into the ambient air at 40 degrees Celsius. With heat transfer coefficient 50 watts per meter square Kelvin. So we have to determine the heat loss from the fin and the efficiency of the fin. Okay, അപ്പോൾ fin ഒരു wall കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു fin അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫിന്നിൻ്റെ ലെങ്ത് ഇസ് ഗിവൺ ആൻഡ് തിക്നെസ് ഇസ് ഗിവൺ അല്ലേ. ഇതിൻ്റെ ലെങ്ത് ലെറ്റ് ഇറ്റ് ബി എൽ, ലെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ ഫിൻ ബി ബി ആൻഡ് തിക്നെസ് ഓഫ് ദ ഫിൻ ബി വൈ. അപ്പം ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്, 10 mm എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 10 mm തന്നിട്ടുണ്ട്. അപ്പോൾ 10 ഇൻറ്റു 10⁻³ മീറ്റേഴ്സ് എന്ന് എഴുതാം. ദെൻ വാട്ട് ഈസ് ഗിവൺ, ദ തിക്നെസ് ഇസ് ഗിവൺ അല്ലേ. Y is given 1 mm which is equal to 10⁻³ meters. പിന്നെ തന്നിട്ടുണ്ട് thermal conductivity K is equal to 200 watts per meter Kelvin തന്നിട്ടുണ്ടല്ലോ. പിന്നെ wall is maintained at a temperature of 200 degrees Celsius എന്ന് പറഞ്ഞു. So T naught is equal to 200 degrees Celsius. Then ambient air temperature T infinity is given 40 degrees Celsius. H, heat transfer coefficient, is given 50 watts per meter square Kelvin. ഇനി നമുക്ക് Q അല്ലേ കണ്ടുപിടിക്കണ്ടോ അല്ലേ. അപ്പോൾ ഇത് Q കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ഈ വിഡ്ത്തിൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചില സമയത്ത് വിഡ്ത്തിൻ്റെ വാല്യൂ തരാതെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ y എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് എം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എ അല്ലേ. ഇതിൻ്റെ പെരിമീറ്റർ എന്താ വരിക, 2 ഇൻറ്റു ബി പ്ലസ് വൈ. ഏരിയ എന്താ വരിക, കെ ഇൻറ്റു ബി വൈ എന്ന് വരില്ലേ. ഏരിയ ഈസ് ഈക്വൽ ടു ബി വൈ ആൻഡ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് വൈ. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ബട്ട് സിൻസ് ബി ഇസ് നോട്ട് ഗിവൺ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി ഗ്രേറ്റർ ദാൻ വൈ ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് വിഡ്ത്ത് ഇസ് വെരി ലാർജ് കമ്പയർഡ് ടു തിക്നെസ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് ഇവിടെ കിട്ടുക, ഇവിടെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, 2h ഇൻറ്റു ബി എന്ന് എഴുതിക്കൂടെ. വൈ നമുക്ക് ഇഗ്നോർ ചെയ്യാലോ. വെൻ ബി ഇസ് വെരി ലാർജ് കമ്പയർഡ് ടു വൈ വി ക്യാൻ ഇഗ്നോർ ദാറ്റ് വൈ അല്ലേ. ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ബി വൈ എന്ന് വരും. ആ ഏരിയയിൽ നിന്ന് വൈ എടുത്ത് കളയരുതേ. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ 0 ആയി മാറില്ലേ. നമ്മൾ വൈ ചെറുതാണെന്ന് അസ്യൂം ചെയ്യാണ് കമ്പയർഡ് ടു ബി, അത് മാത്രമേ ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ ബി ഇവിടെ ക്യാൻസൽ ചെയ്താൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ കെ വൈ എന്ന് കിട്ടും. അപ്പോൾ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമുക്കറിയാം, എച്ച് കെ വൈ എല്ലാ പ്രോപ്പർട്ടീസും തന്നിട്ടുണ്ട് അല്ലേ. അത് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, എമ്മിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ എം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എച്ച് എത്രയാണ് തന്നിരിക്കുന്നത്, 50 അല്ലേ. 2 ഇൻറ്റു 50 ബൈ 200 ഇൻറ്റു വൈ എത്രയാണ് തന്നിരിക്കുന്നത്, 1 mm. 1 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 10⁻³ മീറ്റേഴ്സ്, 0.001 മീറ്റേഴ്സ് അല്ലേ. ദിസ് വിൽ ബി ഈക്വൽ ടു 22.36. ഓക്കെ, ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കാമല്ലോ. ദിസ് ക്യൂ ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ ഇത് ഷോർട്ട് ഫിൻ വിത്ത് എൻഡ് ഇൻസുലേറ്റഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ വെദർ ഇറ്റ്സ് ഇൻസുലേറ്റഡ് ഓർ നോട്ട് എന്നുള്ളത്.
അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ്സ് എ ഷോർട്ട് ഫിൻ വിത്ത് എൻഡ് ഇൻസുലേറ്റഡ്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് പി കെ എ ഇൻറ്റു തീറ്റ നോട്ട് ഇൻറ്റു ടാൻ എച്ച് എം എൽ എന്നറിയാലോ. എല്ലാ വാല്യൂസും ഉണ്ട്, നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൂട്ട് ഓഫ് എച്ച് എത്രയാണ് വരിക? എച്ച് എന്ന് പറയണത് 50 അല്ലേ? 50 ഇൻറ്റു പെരിമീറ്റർ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്തു എന്താണ്? ബി ഇസ് വെരി ലാർജ് കമ്പയർഡ് ടു വിഡ്ത്ത് ഇസ് വെരി ലാർജ് കമ്പയർഡ് ടു തിക്നെസ് എന്ന്. അപ്പോൾ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് വൈ. നമ്മൾ വൈനെ ഈ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ പെരിമീറ്റർ വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു ബി അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ബി ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? കെ അല്ലേ? കെയുടെ വാല്യൂ ഇസ് ഗിവൺ, ഇറ്റ്സ് 200 ഇൻറ്റു ഏരിയ ഇസ് ബി ഇൻറ്റു വൈ. ബി ഇൻറ്റു വൈ തന്നിട്ടുണ്ടല്ലോ, വൈ ഇസ് 0.001 ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി. ടി നോട്ട് ഇസ് 200 ആൻഡ് ടി ഇൻഫിനിറ്റി ഇസ് 40 ഇൻറ്റു ടാൻ എച്ച് ഇൻറ്റു എം എൽ. അപ്പോൾ എം എത്ര കിട്ടിയത്? 22.36 ഇൻറ്റു എൽ എത്രയാണ്? 0.01 അല്ലേ? ലെങ്ത് ഇസ് ഗിവൺ ആസ് 10 mm. അപ്പോൾ 10 mm ഇസ് ഈക്വൽ ടു 0.01 മീറ്റേഴ്സ്. അപ്പോൾ എല്ലാ മീറ്റേഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണതിൻ്റെ മുമ്പേ. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ബി എന്ന് പറയുന്നത് തന്നിട്ടില്ലല്ലോ. നമുക്ക് ബി ഈ കേസിൽ അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബീന് ഒരു വാല്യൂ അസ്യൂം ചെയ്തേ പറ്റൂ ഇതിൽ. അപ്പോൾ ഫോർ ബി ഈക്വൽ ടു 1 അസ്യൂം ചെയ്യുക. ബി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ വാല്യൂ ഓഫ് ബി ഇസ് നോട്ട് ഗിവൺ, ദാറ്റ് ഇസ് ദ വിഡ്ത്ത് ഇസ് നോട്ട് ഗിവൺ, യു ക്യാൻ അസ്യൂം ഇറ്റ് ടു ബി 1. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബി എന്ന് പറയുന്നത് ഈ സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബി സ്ക്വയർ എന്നാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ ബി എന്നുള്ളത് പുറത്തേക്ക് എടുത്ത് റൂട്ട് ഓഫ് 50 ഇൻറ്റു 2 ഇൻറ്റു 200 ഇൻറ്റു 0.001 ഇൻറ്റു 200 മൈനസ് 40 ഇൻറ്റു ടാൻ എച്ച് 22.36 ഇൻറ്റു 0.01 എന്ന് വരും. ഇവിടെ ബി 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിനെ എൽ എച്ച് എസിലോട്ട് എടുക്കാമല്ലോ. ഇപ്പോൾ ക്യൂ ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ തന്നെയാണ് വരിക. സോ ദിസ് വിൽ ബി ഇൻ വാട്ട്സ് പെർ മീറ്റർ. ഇപ്പോൾ ക്യൂ ബൈ ബി നമ്മൾ വെൻ ബി ഇസ് ഈക്വൽ ടു 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ക്യൂ. ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? ഇതിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 157.38 വാട്ട്സ് പെർ മീറ്റർ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒന്നല്ലെങ്കിൽ പറയും കാൽക്കുലേറ്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ യൂണിറ്റ് ലെങ്ത്, ഇങ്ങനെ വാട്ട്സ് പെർ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, വാട്ട്സ് പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, വിഡ്ത്ത് തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ടു ബി എന്താണ് 1 മീറ്റേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 1 മീറ്റർ ആക്കി അസ്യൂം ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ബി ഈസ് നോട്ട് ഗിവൺ. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. നെക്സ്റ്റ് ഫിൻ എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. ഫിൻ എഫിഷ്യൻസി എന്താണ്? ടാൻ എച്ച് എം എൽ ബൈ എം എൽ അല്ലേ? ടാൻ എച്ച് എം എൽ എന്ന് പറയുമ്പോൾ എം എൽ നമുക്കറിയാലോ എന്താണ്? എം എസ് 22.36 ആൻഡ് എൽ എസ് 0.01. സോ ടാൻ എച്ച് ഇൻറ്റു 22.36 ഇൻറ്റു 0.01 ഡിവൈഡഡ് ബൈ 22.36 ഇൻറ്റു 0.01 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എഫിഷ്യൻസി. സോ എഫിഷ്യൻസി വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.9836 എന്ന് കിട്ടും ഇത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 98.36% ആണ് ഈ ഫിൻ്റെ എഫിഷ്യൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 long rods of same diameter, one made of brass and other made of copper, have one of their ends inserted into the furnace. ഒരു രണ്ട് റോഡ്സിൻ്റെയും എൻഡ്സ് ഫേർണസിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ബോത്ത് ഓഫ് ദ റോഡ്സ് ആർ എക്സ്പോസ് ടു സെയിം എൻവയൺമെൻറ്റ്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 105 mm away from the furnace end, the temperature of the brass rod is 120 degrees Celsius. Okay, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഫേർണസ് എൻഡ് ദ സെയിം ടെമ്പറേച്ചർ വുഡ് ബി റീച്ച്ഡ് ഇൻ ദ കോപ്പർ റോഡ്. അതായത് ബ്രാസ് റോഡും ഉണ്ട് കോപ്പർ റോഡും ഉണ്ട്. ബ്രാസ് റോഡിൽ എന്താണ്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 105 mm ഫ്രം ദ ഫേർണസ് എൻഡ് ടെമ്പറേച്ചർ ഇസ് 120 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോപ്പർ റോഡിൽ 120 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിസ്റ്റൻസ് ഫ്രം ദ ഫേർണസ് എൻഡിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ലോങ് റോഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. സോ ലെറ്റ് us കൺസിഡർ ഇൻഫൈനൈറ്റ്ലി ലോങ് റോഡ്സ്. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് റോഡ്സിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു? തീറ്റ ബൈ തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം എക്സ് അല്ലേ? സോ തീറ്റ ഈസ് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എം എക്സ് എന്ന് എഴുതാമല്ലോ
അല്ലേ? അപ്പം ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ ഫിൻ അല്ലേ? ടെമ്പറേച്ചർ ഓഫ് ദ ഫിൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ഏത് ലെങ്ത് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ലെങ്ത്തിലെ ടെമ്പറേച്ചറാണ് എന്ത് ടി എന്ന് പറയുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു e raised to minus mx into t naught minus t infinity plus t infinity എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ ഈ ടിയുടെ വാല്യൂ നമുക്കിനി എന്ത് ചെയ്യാം? ഗിവൺ ഡേറ്റ ഒന്ന് എടുത്തിട്ട് എഴുതാം. ഗിവൺ ഡേറ്റ ആദ്യം നിങ്ങൾ ഗിവൺ ഡേറ്റ എടുത്തിട്ട് എഴുതണം. ഞാൻ ജസ്റ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ്? കെ ഇസ് ഈക്വൽ ടു കെ ബ്രാസിൻ്റെ അല്ലേ, നമുക്കത് K1 എന്ന് കൊടുക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് K1 is equal to 85 watts per meter degree Celsius എന്ന് കൊടുത്തു അല്ലേ? K2 is the thermal conductivity of copper. K2 is equal to 375 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 375 watts per meter degree Celsius. What else is given? The temperature of the brass, I mean T1, will denote the temperature using, okay, let it be T itself, okay, that is T is equal to 120 degree Celsius at x equal to 105 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് 0.105 മീറ്റർ എന്ന് എടുക്കാമല്ലോ. അപ്പോൾ at x equal to 0.105 meters the temperature of the brass rod is 120 degree Celsius. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സെയിം ടെമ്പറേച്ചർ കോപ്പർ റോഡിൽ എത്തണമെങ്കിൽ എന്തായിരിക്കും? അറ്റ് എക്സ് ഈക്വൽ ടു എത്രയാണെന്നുള്ളതാണ്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാ വാല്യൂസും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? അപ്പോൾ ടി എന്ന് പറയുന്നത് എത്രയാണ്? 120 അല്ലേ? 120 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്, എന്താണ് ഇത്? ബ്രാസിൻ്റെ കേസാണ്, ഫസ്റ്റ് കേസ്. ദിസ് ഇസ് ഫോർ ബ്രാസ്. 120 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് m1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് കേസ് അല്ലേ? m1 ഇൻറ്റു എക്സ് എത്രയാണ്? 0.105 ആണല്ലോ, ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി പ്ലസ് ടി ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ഇനി ബ്രാസിൻ്റെ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. ഫോർ കോപ്പർ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ എന്താണ്? 120 തന്നെയാണ്. 120 ടെമ്പറേച്ചർ ഏത് ഡിസ്റ്റൻസിലാണ് എത്തുക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് m2 എന്ന് കൊടുക്കാം ഫോർ കോപ്പർ. ഇതിൻ്റെ ലെങ്ത്ത് നമുക്കറിയോ? ഇല്ല. ആ ലെങ്ത്ത് നമുക്ക് L എന്ന് തന്നെ ഇട്ടൂടെ അല്ലേ? അല്ലെങ്കിൽ എക്സ് തന്നെ കൊടുക്കാം. എക്സ് തന്നെ കൊടുത്തൂടെ? എക്സ് ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി പ്ലസ് ടി ഇൻഫിനിറ്റി എന്ന് എഴുതാമല്ലോ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സെയിം അല്ലേ? സെയിം ടെമ്പറേച്ചറാണ് അല്ലേ? അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് m1 ഇൻറ്റു 0.105 ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി പ്ലസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് m2 ഇൻറ്റു എക്സ്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻറ്റു ടി നോട്ട് മൈനസ് ടി ഇൻഫിനിറ്റി പ്ലസ് ടി ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടി ഇൻഫിനിറ്റി ഞാൻ ആർ എച്ച് എസിലോട്ട് എടുക്കുകയാണെങ്കിൽ ക്യാൻസൽ ആവില്ലേ? രണ്ട് ആർ എച്ച് എസിലും എൽ എച്ച് എസിലും ടി ഇൻഫിനിറ്റീൻ്റെ ക്യാൻസൽ ആവും. പിന്നെ എന്താ റിമൈനിങ്? ഇതും ഇതും ക്യാൻസൽ ആവും. നൗ വി ഹാവ് ഇ റേസ് ടു മൈനസ് m1 ഇൻറ്റു 0.105 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് m2 ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ടേംസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. m1 ഇൻറ്റു 0.105 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ അല്ലേ? സോ എക്സ് ഇസ് ഈക്വൽ ടു m1 ബൈ m2 ഇൻറ്റു 0.105. ഈ m1 എന്താണ്? റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എ. അപ്പോൾ റൂട്ട് ഓഫ് എച്ച് സെയിം ആണ്, പി സെയിം ആണ്, കെ നമുക്ക് K1 കൊടുക്കാം അല്ലേ? ബ്രാസിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1 ഇൻറ്റു എ divided by root of HP by K2 into A into 0.105. അപ്പോൾ ഞാനിത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ HP by K1 into A into root of K2 into A by HP എന്ന് വരും into 0.105. So this is equal to എന്ത് വരും? root of K2 by K1 into 0.105. അപ്പോൾ K2 അറിയാലോ. what is the value of K2? K2 is 375. Thermal conductivity of copper is given as 375 and K1 is the thermal conductivity of brass which is given as 85 into 0.105. You will get it as 2.22 meters
which is equal to 220 mm. So at a distance of 220 mm, the temperature on the brass rod will be, on the copper rod, brass rod la thannittund. This is the distance at which the temperature on the copper rod will be 120 degrees Celsius. So this is the temperature distance on the copper rod. Okay.